നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടെർമിനൽ 21 എന്ന് പറയുന്ന ഒരു മാളിൻ്റെ അടുത്തേക്കാണ്. ഇത് ഒരു എയർപോർട്ട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാളാണ്. അതാണ് ഈ മാളിൻ്റെ വ്യത്യാസവും പ്രത്യേകതയും. ഈ മാളിനെ പ്രത്യേകതയാക്കുന്നത് ഈ എയർപോർട്ട് രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ മുമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയൊരു കാഴ്ച നമുക്ക് കാണാം. അതുപോലെ തന്നെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ഫ്ലൈറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. നമ്മൾ ഏതോ ഒരു എയർപോർട്ടിൽ എത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ചില കൗതുകകരമായ കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേനും നോക്കിക്കേ, ഈഫൽ ടവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണെന്ന്. ഇങ്ങനെ നിരവധി കൗതുകങ്ങളാണ് ഈ മാളിൻ്റെ ഉള്ളിലുള്ളത്. അവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗോസ്റ്റ് ഹൗസിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറുന്നവരുടെ കൂടെ അതിനുള്ളിലുള്ള കലാകാരികളും വേഷം ധരിച്ച് കയറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അമ്യൂസ്മെൻറ്റ് ഗെയിം സോണുകളൊക്കെ അവിടെ ഉണ്ട്. ഒരു ഡിനോസർ വേൾഡ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിക്കേ, എത്ര ഭംഗിയാന്ന്. അതുപോലെ തന്നെ ഓരോ നിലയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഓരോ തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫ്ലവറൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ടോയ്ലറ്റിൻ്റെ ഉള്ളിലും അതിനേക്കാൾ വെറൈറ്റിയാണ്. ടോയ്ലറ്റിൻ്റെ ഉള്ളിലെ പിക്ചറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റലിയിലെ ചില പിക്ചറുകളും ദേവാലയത്തിൻ്റെ ഉള്ളിലെ ചില പിക്ചറുകളൊക്കെയാണ് ടോയ്ലറ്റിൽ വെച്ചിരിക്കുന്നത്. പാരീസിൻ്റെ തീമിലൊക്കെയാണ് പല സ്ഥലങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതോ വലിയ ഹോട്ടലിൻ്റെ അടുത്തോടെ നടക്കുന്നത് പോലെ നമുക്ക് ഈ ടോയ്ലറ്റിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഓരോ നിലയിലേക്ക് കയറി ചെല്ലുമ്പോഴും ഓരോരോ രാജ്യത്തേക്ക് ചെല്ലുന്ന ഒരു ഫീലാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വലിയ ഒരു എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർ ഓരോ സ്ഥലത്തും അത് ക്രമീകരിച്ചിരിക്കുന്നു. നോക്കിക്കേ, നമ്മളിപ്പോൾ ലണ്ടനിലേക്കാണ് ചെല്ലുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അവിടെയുള്ള ഫുഡ് കോർട്ടുകളും വ്യത്യസ്തമാണ്. അവിടെയുള്ള ഓരോ ഷോപ്പുകളും വ്യത്യസ്തമാണ്. എല്ലാം വെറൈറ്റിയാണ്, വ്യത്യസ്തമാണ്. അത്രയ്ക്കും കിടിലനായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കൗതുകവും വലിയൊരു അത്ഭുതവുമാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്. ഇങ്ങനൊരു മാള് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. നോക്കിക്കേ, പീസായിലെ ചെരിഞ്ഞ ഗോപുരം അവർ എത്ര ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇതുപോലെ നിരവധി കാഴ്ചകളാണ് ഈ മാളിൻ്റെ ഉള്ളിലുള്ളത്. ഇനി വരുന്ന വീഡിയോകളിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ കൂട്ടുകാരെ.